രക്തസാക്ഷികളാണ് ഈ കാണുന്നത് ഫുള്ള്. നമുക്ക് ഇനി നേരെ ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഈ ഒരു കിസാമ വില്ലേജിലോട്ട് കയറുവാണ്. ഇന്ത്യയിലല്ല ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ഗ്രീൻ വില്ലേജ് ആണ്. എല്ലാം തന്നെ ഇംഗ്ലീഷ് വാക്കുകൾ ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവർക്ക് പ്രത്യേക ലിപിയില്ല. നാഗാലാൻഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട്. നമ്മൾ നാഗാലാൻഡിലെ ആ ഒരു മെയിൻ എൻട്രി ഗേറ്റിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നാഗാലാൻഡ് തുടങ്ങുവാണ്. ആസാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയെങ്കിലും ദീമാപൂർ ഒരു പെട്രോൾ പമ്പ് നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ടെൻ്റടി സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. ഡിമാപൂർ പ്രത്യേകിച്ച് ഒത്തിരി കാഴ്ചകളില്ല. നമുക്ക് നാളെ തൊട്ടാണ് കൂടുതൽ കാഴ്ചകൾ തന്നെ. അപ്പോൾ നമ്മൾ നാഗാലാൻഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു എയർപോർട്ട് അല്ലേ? ഞങ്ങളുടെ തലയുടെ തൊട്ട് മേളിക്കൂടെ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. തലയുടെ മേളിക്കൂടെ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങി ഒരു പഴയ പ്ലെയിൻ ഇത് അവിടെ നിന്ന് തിരിക്കുന്ന ഒരു പ്ലെയിന് പെട്ടെന്ന് അതിന് അത്ര അടുത്ത് ആദ്യമായിട്ടോ പോണേ. തലയുടെ മേളിൽ ഇങ്ങനെ നോക്കി സാധനം ഇങ്ങനെ വെച്ചായിട്ട് എങ്ങനെ തിരിഞ്ഞു നോക്കിയത് ഒളിക്കൂടെ താഴേക്ക് പോകുക. കാരണം ഇതെല്ലാം റൺവേ ഇവിടെ ഇറങ്ങി പഴയൊരു പ്ലെയിനാണ്. ആ കൂടി നാഗാലാൻഡിൽ ഒരു ഒറ്റ എയർപോർട്ടേ ഉള്ളൂ. ആ കാണുന്ന ഒരു എയർപോർട്ടാണ് ഇത്. ഡിമാപൂരിലുള്ള ഒരു എയർപോർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പോയാൽ നമ്മളിന്ന് ടെൻ്റ് അടിക്കാൻ പോണ ഒരു പമ്പുണ്ട്. അവിടെ നമ്മൾ കാട്ടാളമറ്റേ എന്തായാലും അവിടെ ഉണ്ടാവും അല്ലേ? ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ ഇന്ന് മാറിപ്പോയായിരുന്നു. കാരണം ഞങ്ങൾ വണ്ടിയുടെ കുറച്ച് പണിയായിട്ട് തിരിച്ച് ഗോവട്ടിക്ക് വന്നായിരുന്നു. അപ്പോൾ അവർ മേഘാലയ നേരെ ഡയറക്റ്റ് നാഗാലാൻഡ് വരുമോ? അവർ പിന്നെ നാഗാലാൻഡ് കയറാനുള്ള ദിമാപൂർ എന്നുള്ള മറ്റേ ILP കാര്യങ്ങളൊക്കെ അവർ നേരത്തെ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ ILP എല്ലാം സെറ്റാണ്. അപ്പോൾ നാളെ നമ്മൾ തൊട്ട് വെറൈറ്റി കാഴ്ചകളായിരിക്കും. ഇനി നാഗാലാൻഡിലെ കിടിലൻ കാഴ്ചകളായിരിക്കും തന്നെ അല്ലേ? പൊളി സാധനങ്ങളായിരിക്കും. അതെ അതെ. അപ്പോൾ ഞങ്ങൾ നേരെ ഡിമാപൂരിൽ നേരെ കൊയ്മയ്ക്ക് വന്നു. കൊയ്മയ്ക്ക് ശേഷം ഒരു 20 കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള കൊണോമ വില്ലേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊഹിമയിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുത്തുണ്ട്. ഫുള്ളായിട്ട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കൊണ്ട് റോഡ് ഫുള്ളായിട്ടും പൊളിഞ്ഞ് കിടക്കുക. ഇതാണ് റോഡിൻ്റെ അവസ്ഥ ഇങ്ങോട്ട് തന്നെ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഇത് വെൽക്കം ടു കൊണോമ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് നിർത്തിയാണ്. അപ്പോൾ ഈ ഒരു കൊണോമ വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജിൻ്റെ ഏറ്റവും ഫേമസ് ആയെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഫസ്റ്റ് ഗ്രീൻ വില്ലേജ് ആണ്. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ഈ ഒരു എന്താണ് ടെറസ് ഫാമിംഗ് ആണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇവിടെ നിന്നുള്ളത് കുറച്ച് വ്യൂ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ ഈ താഴത്തോട്ട് ഇങ്ങനെ മറ്റേ നമ്മൾ തട്ടുതട്ടായിട്ട് നമ്മളിങ്ങനെ ഓരോ വീടിൻ്റെ ഒക്കെ എവിടെയാണെങ്കിൽ കയ്യാലെങ്കിൽ ഇങ്ങനെ താത്ത് ചാത്തി അങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യണത്. നമ്മൾ നേരത്തെ ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ഒരു കൃഷിയും കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി ഇതുണ്ടല്ലോ. അവിടെ ഒക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് ടെറസ് ഫാമിംഗ് ആണ് ഇവിടെ വരെ ഉണ്ട്. ഇതുണ്ടല്ലോ വെൽക്കം ടു കൊണോമ ഫസ്റ്റ് ഗ്രീൻ വില്ലേജ് ഓഫ് ഏഷ്യ. ഓക്കെ, ഏഷ്യയിലാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. ശരിക്കും ഇന്ത്യയിലെ ഫസ്റ്റ് ഗ്രീൻ വില്ലേജ് എന്നാണ്. അപ്പം ഇവിടുന്ന് ഈ ഒരു താഴത്തെ വഴിക്കാണ് നമ്മൾ കൊണോമ വില്ലേജിലോട്ട് പോണേ. കൊണോമ വില്ലേജിൽ ഒരു ഏകദേശം 4000 മുകളിൽ ആൾക്കാരാണ് ശരിക്കും ഉള്ളത് വില്ലേജസ് ആയിട്ട്. പിന്നെ ഇതിനൊരു 500 കൊല്ലം പഴക്കമുണ്ട് ഈ ഒരു വില്ലേജിന്, ശരിക്കും ഒരു കൊണോമ വില്ലേജിന്. അപ്പോൾ നമ്മളിത് ആ ഒരു കൊണോമ വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം എത്തുന്ന വഴി ആദ്യം ഇവിടെ കാണുന്നത് ഇവിടുത്തെ ഒരു പള്ളിയാണ്, ബാപ്റ്റിസ്റ്റ് ചർച്ച് കൊണോമ എന്ന് പറഞ്ഞ്. പിന്നെ എന്താണ് ഇവിടെ കാഴ്ചകൾ? മൊത്തത്തിൽ ഇവിടെ നിന്നുള്ള ആ ഒരു കൃഷിയൊക്കെ ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളില്ല, തട്ടുതട്ടായിട്ടുള്ള ടെറസ് ഫാമിങ്ങിൻ്റെ വ്യൂ അവിടെ നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണാം. താഴെ കുറേ വീടുകളൊക്കെ ഉണ്ട് താഴേക്ക്. അപ്പോൾ ഇതാണ് ഈ ഒരു വില്ലേജ് ഇട്ടോ. ഈ കാണുന്ന ഒരു വില്ലേജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ വീടുകളെല്ലാം തന്നെ കുറച്ച് മുകളിലോട്ട് അതുപോലെ തന്നെ താഴത്തോട്ടുമാണ് വീടുകൾ. കുറേ വില്ലേജ് അങ്ങോട്ടുണ്ടല്ലോ വീടുകൾ. പിന്നെ ഈ ഒരു സ്ഥലത്തോട്ട് അങ്ങോട്ടും കയറി പോകാൻ പറ്റും. ഇത് അവനെ 4 ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇത് 3, 4 അങ്ങോട്ട് വഴിയുണ്ട്, ഇങ്ങോട്ട് വഴിയുണ്ട്, മുകളിലോട്ടും 3-4 വഴികളുണ്ട്. ഇതാണ്ടാ പള്ളിയുടെ മേളിൽ വന്നിട്ടുള്ള ഒരു വ്യൂ. ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് മറ്റേ തട്ടുതട്ടായിട്ടുള്ള കൃഷി ചെയ്യണ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഈ സൈഡിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു വില്ലേജേഴ്സിൻ്റെ കുറച്ച് ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറേ വീടുകളുണ്ട്. പിന്നെ ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വീടുകളും കാണാം. പിന്നെ ഫുള്ളായിട്ട് കാടാട്ടോ ഈ സൈഡ്. ഇങ്ങോട്ട് ഈ ഒരു സൈഡ് ഫുള്ള് കാടും, മറ്റേ സൈഡ് ഫുള്ള് കൃഷിയും കാര്യങ്ങളാണ്. ഇതാണ്. പിന്നെ ഈ ഒരു പള്ളി 1882 പള്ളിയാട്ടോ. ഇവിടെ മണിയടിക്കുകയൊക്കെ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ ഏറ്റവും മെയിൻ ആകർഷണം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിലല്ല ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ഗ്രീൻ വില്ലേജ് ആണ്. അതായത് പണ്ട് കാലങ്ങളിൽ ഇതൊരു ഹണ്ടിങ് സ്പോട്ട് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് ഇവിടെ ഒത്തിരി വേട്ടയാടി, അതായത് എൻഡേഞ്ചേർഡ് സ്പീസീസ് ആയ ഒത്തിരി ആനിമൽസിനെ ഇവർ ശരിക്കും വേട്ടയാടിക്കൊണ്ടിരുന്നതാണ്. 1990 ഇവിടെ ടെഡ് ഹോട്ട് സീ എന്ന് പറഞ്ഞൊരു സാധനം, അതായത് നമ്മുടെ കാട്ടുകോഴി കൊടുത്തൊരു സംഭവമാണ്, ഒരു പക്ഷിയാണ്. ആ ഒരു പക്ഷി ശരിക്കും എൻഡേഞ്ചേർഡ് സ്പീസിയാണ്. അതിന് ഇവർ 1990 ഒരാഴ്ച കൊണ്ട് 300 എണ്ണത്തിനെ കൊന്നു. അപ്പോൾ 300 എണ്ണത്തിനെ കൊന്നു കഴിഞ്ഞാൽ അത് കുറച്ച് വിഷയമൊക്കെയായി. അങ്ങനെ പിന്നെ പതിയെയാണ് ആ ഒരു ഇവിടെ ഇത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നെ, അങ്ങനത്തെ വേട്ടയാടലൊക്കെ കുറയാണ്. പിന്നെ അതിന് ശേഷമാണ് ഇത് ഒരു ഗ്രീൻ വില്ലേജ് ഒക്കെ ആയിട്ട് പ്രഖ്യാപിക്കണേ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തട്ടുതട്ടായിട്ടുള്ള കൃഷികളാണ്. പിന്നെ നമുക്ക് അതിൻ്റെയൊക്കെ അവിടെ ആ ഒരു മുകളിലൊക്കെ ആയിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാനൊക്കെ അലവ് ചെയ്യും. ഇവിടുത്തെ വില്ലേജ് ഹെഡിനോടൊക്കെ സംസാരിച്ച് ടെൻ്റ് അടിക്കാനായിട്ട് അലവ് ചെയ്യും. അപ്പോൾ ടെൻ്റ് അടിക്കാൻ അലവ് ചെയ്ത് നമ്മൾ രാവിലെയൊക്കെ ആ ടെൻ്റ് തുറന്ന് എണീക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനോഹരമായ ഈ ഒരു വില്ലേജ്, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ആ ഒരു ടെറസ് ഫാമിങ്, ഇതിൻ്റെ എല്ലാം കിട്ടുന്ന വ്യൂ കിട്ടും. പിന്നെ അപ്പുറം സൈഡിലെ കാട്,
അപ്പം ഈ ഒരു കിടിലം വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ പക്ക ക്ലീനായിട്ടുള്ള ശുദ്ധവായു ശ്വസിക്കാം. ഇവിടെ നമുക്ക് നോക്കിയറിയാം, ഇതൊക്കെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളുടെ വണ്ടിയാണ്. ഇവിടെ അധികം അങ്ങനെ നമ്മൾ ഒത്തിരി വണ്ടികളൊന്നും കണ്ടില്ല. ആൾക്കാരൊക്കെ ഇവിടെ തന്നെ നടന്നും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. പിന്നെ വഴി ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി അധികം വണ്ടികളൊന്നുമില്ല. ചെറിയ രീതിക്കുള്ള ഓഫ് റോഡ് പോലത്തെ ജീപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്ന പോലത്തെ വണ്ടികളാണ്. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ 90% എബോവ് ഉള്ള ആൾക്കാർ, എല്ലാവരും 90 എന്നല്ല, ഇവിടെ ഉള്ള 100% ആൾക്കാരും ക്രിസ്ത്യൻസാണ്. അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ നമ്മളൊരു പള്ളി കണ്ടിരുന്നു, നേരത്തെ ഉണ്ട് ഒരു പള്ളി. പിന്നെ ഇത് ഇവിടെ കുറച്ച് ആൾക്കാരെ പേര് എഴുതിച്ചിട്ടുണ്ട്. അതായത് 1956 മുതൽ 1992 വരെ രക്തസാക്ഷികളാണ് ഈ കാണുന്ന ഫുള്ള്. ദീസ് മെൻ ആൻഡ് വുമൻ ഓഫ് Khonoma gave their lives for their vision of free Naga nation. We remember and salute them and still hold fast to their vision. അപ്പോൾ അവർ അത്രയും പേരാണ് കൊടുത്തേക്കണേ. പിന്നെ ഇതിവിടെ ഉണ്ടല്ലോ, നമ്മൾക്ക് ഈ ഒരു വില്ലേജിൻ്റെ വേറൊരു സ്പേസിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് ഇതവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മുകളിൽ ഒരു കരിങ്കല്ലിൻ്റെ പോലത്തെ ഒരു ഗേറ്റാണ്. നാഗാലാൻഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട്, ഇവിടുത്തെ ഒരു KSRTC ആണോ കാണാതെ. പിന്നെ ഈ ഒരു വില്ലേജിലുള്ള എല്ലാവരും തന്നെ അങ്കാമി ട്രൈബിൽപ്പെട്ട ആൾക്കാരാണ്. പിന്നെ ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അങ്കാമീസ് ലാംഗ്വേജാണ്. നാഗാലാൻഡ് പൊതുവെ യൂസ് ചെയ്യുന്നത് നാഗാമീസ് ലാംഗ്വേജാണ്, എല്ലാവരും തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓരോരോ വില്ലേജിലും ഓരോരോ സെപ്പറേറ്റ് ട്രൈബ്സിലും അവരോരോ ലാംഗ്വേജ് ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാഷിംഗ് ഓഫ് വെഹിക്കിൾ ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്നാണ്. ഇവിടെ നമുക്ക് കൈ കഴുകാനൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഈ ഒരു വില്ലേജിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഒരു 50 രൂപയുടെ പാസ് എടുക്കണം. നമുക്ക് അങ്ങോട്ട് ഈ ഒരു സെയിം കാഴ്ചകളാണ്. പിന്നെ നേരെ നമ്മൾ താഴെ കാണിച്ച അങ്ങോട്ട് ടെറേസ് ഫാമിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഈ വില്ലേജസ് ആണ്. അപ്പോൾ ആ പള്ളിയിൽ മണി അടിച്ചുകൊണ്ട് തന്നെ കടകളെല്ലാം തന്നെ അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കടകളൊക്കെ കുറച്ച് കഴിഞ്ഞായിരിക്കും തുറക്കുള്ളൂ. അപ്പം ഇവിടെ ഈ ഒരു വില്ലേജിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലേ, ഒരു ഗൈഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇനി പയ്യെ ഇവിടുന്ന് തിരിക്കാം. പിന്നെ അതിന് മുമ്പ് ഇവിടുത്തെ ലാംഗ്വേജ് കണ്ടില്ലേ, ഇവിടെ എഴുതിയേക്കുന്നതൊക്കെ തന്നെ എല്ലാം തന്നെ ഇംഗ്ലീഷ് വാക്കുകൾ, ആൽഫബറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് പ്രത്യേക ലിപിയില്ല. അതായത് നമ്മൾ മലയാളത്തിൽ മലയാളം അങ്ങനെ ഇതില്ല, ആ ലിപിയൊന്നുമില്ല ഇവർക്ക്. എല്ലാവരും ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ ട്രൈബ്സും ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ നാഗാമീസും ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലാണ് എഴുതുന്നത്, പ്രത്യേകിച്ച് ലിപിയൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഇവിടുത്തെ KSRTC ആണ്, നമ്മൾ കണ്ടപോലെ KSRTC ആണ്. ടൗണിൽ പോയി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് തന്നെയാണ്. അതായത് കോഹിമയിലാണ് ഇവർ എല്ലാം തന്നെ പോണേ. ഒന്നെങ്കിൽ കോഹിമ പോവും, ഇല്ലെങ്കിൽ ദിമാപൂർ പോവും. ഈ 2 സ്ഥലമാണ് മെയിനായിട്ടുള്ള പോകുന്ന ടൗണുകൾ. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് എന്തായാലും പയ്യെ തെറിച്ച് ഇന്ന് നമ്മുടെ ജൂബിളേട്ടൻ നാഗാലാൻഡിലാണ് 15 കൊല്ലം പഠിച്ചത്. അപ്പോൾ ജൂബിളേട്ടന് ഇന്ന് നമുക്കുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് വന്നിട്ടുണ്ട്. അത് കിസാമ വില്ലേജിലാണ്. നമുക്ക് അങ്ങോട്ട് പയ്യെ വിടാം. അപ്പോൾ ഇതാട്ടോ കിസാമ വില്ലേജിലോട്ടുള്ള എൻട്രിയുടെ ഗേറ്റാണ്. അപ്പോൾ ഈ ഒരു വില്ലേജിനകത്താണ് ശരിക്കും ഹോൺബില്ലും ഫെസ്റ്റിവലൊക്കെ നടക്കണേ. അപ്പം ഇന്നത്തെ സെറ്റ് ചെയ്തേക്കുന്ന ഫുള്ള് ജൂബിളേട്ടനല്ലേ? ജൂബിളേട്ടൻ നാഗാലാൻഡ് ഉള്ളതുകൊണ്ട് ജൂബിളേട്ടന് കുറച്ച് കണക്ഷൻസൊക്കെ ഉണ്ട്. അപ്പം പുള്ളി അവിടെ നമുക്ക് വേണ്ടി ഒരു ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അങ്ങോട്ട് എൻട്രി ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി നേരെ ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഈ ഒരു കിസാമ വില്ലേജിലോട്ട് കയറുവാണേ. അപ്പോൾ ഇത് അത്യാവശ്യം കിടിലൻ ഗേറ്റാണ്. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഒരു ഗേറ്റാണ് ഈ ഒരു കിസാമ വില്ലേജിൻ്റെ.